ഇന്നലെ രാവിലെ 10:30-ക്കാണ് മാരായമുട്ടം സ്വദേശിയായ ശുചീകരണ തൊഴിലാളി ജോയ് തമ്പാനൂരിലെ ആമയഞ്ചാൻ തോട്ടിലെ ഈ റെയിൽവേ സ്റ്റേഷന്റെ ട്രാക്കിന്റെ ഭാഗത്ത് ഒഴുക്കിൽപ്പെട്ടത്. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഫയർഫോഴ്സിന്റെ തിരച്ചിൽ ആരംഭിച്ചു. ആ തിരച്ചിൽ ഒരു ഫലവും കണ്ടില്ല എന്നതാണ്. ഇന്ന് രാവിലെ എങ്ങനെയാണ് ഈ തിരച്ചിൽ ആരംഭിച്ചതെന്ന് വിശദീകരിക്കാം. രാവിലെ 6 മണിക്ക് തന്നെ തിരച്ചിലിനുള്ള നടപടികൾ തുടങ്ങി. നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയത്ത് 32 മണിക്കൂർ ഈ തിരച്ചിൽ പിന്നിട്ടിരിക്കുകയാണ്. അതായത് രാവിലെ 6 മണിക്ക് തന്നെ NDRFന്റെ ടീം എത്തി. NDRFന്റെ ടീം 6:30-യോടെ തിരച്ചിൽ ആരംഭിച്ചു. ഇന്നലത്തെ പോലെ തന്നെ ഫയർഫോഴ്സിന്റെ സ്കൂബ ടീമും ഇവരെ സഹായിക്കാനുണ്ടായി. ഒപ്പം തന്നെ ഈ ജെൻ റോബോട്ടിക്കിന്റെ റോബോട്ടുകൾ കൂടി ഇന്നലെ ഈ ആമയഞ്ചാൻ തോട്ടിന്റെ ഈ തുരങ്കത്തിന്റെ ഭാഗത്തെ മാലിന്യങ്ങൾ നീക്കിയിരുന്നു. ആ ഭാഗത്ത് ഇന്ന് രാവിലെ തന്നെ ഈ റോബോട്ടിനെ ഉപയോഗിച്ചുള്ള മാലിന്യ നീക്കൽ നടത്തിയിരുന്നു. ഏകദേശം 12 മണിവരെ ഈ രീതിയിൽ തന്നെ തിരച്ചിൽ നടന്നു എന്നതാണ്. ഇതിനൊപ്പം തന്നെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത്, അതായത് ഈ തുരങ്കം തുടങ്ങുന്ന ഭാഗത്ത് നിരവധി തവണ 20 മിനിറ്റിന്റെ എല്ലാം ഇടവേളയിൽ ഈ സ്കൂബ ടീമും NDRF ടീമും അകത്തേക്ക് കടന്ന് അവർക്ക് പോകാൻ കഴിയുന്നത്ര ദൂരത്തിൽ അകത്തേക്ക് കടന്ന് ഈ ജോയി എവിടെയുണ്ട് എന്ന കാര്യത്തിൽ തെരച്ചിൽ നടത്തി. ഏറ്റവും ദുഷ്കരമായ ദൗത്യം തന്നെയായിരുന്നു. കാരണം ഈ തുരങ്കത്തിനുള്ളിൽ പാറ പോലെയാണ് മാലിന്യം കുന്നുകൂടിയിരിക്കുന്നത്. അതായത് അടിവശത്ത് മലിനജലം, അതിന്റെ മുകളിൽ പാറ പോലെ ഉറച്ച ഖരമാലിന്യങ്ങൾ, ഇതിനിടയിൽ വെള്ളം. ഇതിനിടയിൽ ഒരു മത്സ്യത്തെ പോലെ വേണം ഒരു സ്കൂബ ടീം വെള്ളത്തിനിടയിലൂടെ നീന്തി അകത്ത് പോയി ഈ തിരച്ചിൽ നടത്തേണ്ടത്. ഒരു വശത്ത് അവിടെ തിരച്ചിൽ നടക്കുമ്പോൾ രാവിലെ 12 മണിവരെയുള്ള സമയത്ത് ഇടയ്ക്ക് 3ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അവിടുത്തെ മാനുവൽ തുറന്ന് അവിടെ ഈ റോബോട്ടിനെ ഇറക്കി മാലിന്യം നീക്കിയുള്ള പരിശോധനകൾ നടത്തി. പക്ഷെ അപ്പോഴും അവിടെ കൂടുതൽ ഭാഗത്തേക്ക് ഈ സ്കൂബ ടീമിന് കടന്നു പോകാൻ കഴിയുന്ന ഒരു വഴി ഉണ്ടായിരുന്നില്ല. അത്തരത്തിൽ ദുഷ്കരമായിരുന്നു ഇന്ന് രാവിലെ തുടങ്ങിയ ദൗത്യം. 12 മണിയോടെ ഈ റോബോട്ടിനെ ഇറക്കിയുള്ള മാലിന്യങ്ങൾ നീക്കിയ ശേഷം ഇന്ന് രാവിലെ തന്നെ, അതായത് 12 മണിക്ക് മുൻപ് തന്നെ ഈ റോവറിനെ ഇറക്കി. റോവറിലാണ് ക്യാമറയുള്ളത്. ഈ റോവറിനെ ഇറക്കി എന്താണ് ഈ ടണലിനകത്തെ അവസ്ഥ, അവിടെ ജോയി കുടുങ്ങിക്കിടപ്പുണ്ടോ എന്ന കാര്യത്തിൽ ഒരു പരിശോധന നടത്തി. അപ്പോൾ ഈ ക്യാമറയിൽ പതിഞ്ഞ ദൃശ്യങ്ങളിൽ ഒരു മനുഷ്യന്റെ കാൽഭാഗം എന്നതുപോലുള്ള ഒരു രൂപം പതിഞ്ഞു. ഇതിന് പിന്നാലെയാണ് അടുത്ത ഘട്ടം പരിശോധനയിലേക്ക് ഈ സ്കൂബ ടീമും അതുപോലെ തന്നെ NDRFും കടന്നത്. അവരുടെ ടീം ഉടൻ തന്നെ സർവ്വസജ്ജരായ ഓക്സിജൻ മാസ്കുകളും സർവ്വസജ്ജീകരണത്തോടെ തന്നെ തുരങ്കത്തിനകത്തേക്ക് വീണ്ടും പ്രവേശിച്ചു. അതായത് ഈ ക്യാമറയിൽ കണ്ടത് ജോയിയുടെ ശരീരമാണോ എന്നതായിരുന്നു, അത് ഉറപ്പിക്കുക എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഏവരെയും ആകാംക്ഷയോടെ, അതായത് ജോയ് മടങ്ങി വരികയാണോ, ജോയിയെ കണ്ടെത്തിയോ, മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പുകൾക്ക് വിരാമമാകുകയാണോ എന്ന ഒരു ആകാംക്ഷ ആ സമയത്ത് പരന്നു. സ്കൂബ ടീം അകത്തേക്ക് പോയി. ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം അവർ പരിശോധന നടത്തി മടങ്ങി വന്നു. 10 മീറ്റർ അകലെയുള്ള ഒരു ദൃശ്യമാണ് ഈ ക്യാമറയിൽ കണ്ടതെങ്കിൽ അവർ ഏകദേശം 30 മീറ്റർ അകത്തേക്ക് പോയിരുന്നു. പക്ഷെ അങ്ങനെ ഒരു മനുഷ്യ ശരീരത്തോട് സാമ്യമുള്ള ഒന്നും തന്നെ അവർക്ക് കാണാൻ സാധിച്ചില്ല. അതുകൊണ്ട് തന്നെയാണ് ഉടൻ തന്നെ അവരുടെ അടുത്ത ഘട്ടത്തിലുള്ള തിരച്ചിൽ മാറ്റുകയാണ് ചെയ്തത്. തുരങ്കത്തിനകത്ത് പല ഭാഗങ്ങളിൽ മാത്രമാണ് ഇടയുള്ളത്. പോകാൻ കഴിയുന്ന ഇടങ്ങളിലേക്കെല്ലാം അവർ പോയി പരിശോധന നടത്തി വരികയാണ് ചെയ്തത്. അപ്പോഴും ഈ 30 മീറ്ററിനുള്ളിൽ എവിടെയെങ്കിലും ജോയി കുടുങ്ങിക്കിടപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണത്തിന് ഫയർഫോഴ്സിനും NDRFിനും സാധിച്ചുമില്ല. കാരണം ഈ ക്യാമറയിൽ കഴിഞ്ഞ മനുഷ്യന്റെ കാലിന് സമാനമായുള്ള ഈ ദൃശ്യം അത് ഏത് ഭാഗത്തു നിന്നുള്ളതാണ്, അത് ഈ സ്കൂബ ടീമിന് കടന്നു പോകാൻ ഭാഗത്തു നിന്നുള്ളതാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇല്ലാത്തതുകൊണ്ട് തന്നെ വീണ്ടും ഈ തുരങ്കം ചെന്ന് അവസാനിക്കുന്ന പവർ ഹൗസ് റോഡിന്റെ ഭാഗത്തുള്ള മാനുവലിന്റെ അവിടെ ഈ തുരങ്കത്തിന്റെ ഭാഗത്ത് വീണ്ടും ഈ ദൗത്യം പുനരാരംഭിച്ചു. മറ്റൊരു പ്രതിസന്ധി ഉണ്ടായത് ഈ 3ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് നിന്ന് 5ാമത്തെ പ്ലാറ്റ്ഫോമിലേക്ക് പിന്നെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്, അവിടെ ആരെങ്കിലും കുടുങ്ങിക്കിടപ്പുണ്ടോ, അവിടെ ജോയി കുടുങ്ങിക്കിടപ്പുണ്ടോ തുടങ്ങിയ കാര്യത്തിൽ ഒന്നും തന്നെ ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ 4ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അവിടുത്തെ
മാനുവൽ സ്ലാബ് ഇളക്കി, അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്ത് സ്ലാബും ഇളക്കി, നാലാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ശക്തിയായി വെള്ളം അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിന്റെ അടിയിലുള്ള ആമയഞ്ചാൻ തോടിന്റെ ഭാഗത്തേക്ക് ഫ്ലഷ് ചെയ്തു. ഈ വെള്ളം ഒഴുകി പോകുമ്പോൾ ഈ പവർ ഹൗസിന്റെ റോഡിന്റെ ഭാഗത്തുള്ള ടണലിലൂടെ മാലിന്യങ്ങൾ പുറന്തള്ളും എന്നതായിരുന്നു. അപ്പോൾ ആ ശ്രമമായിരുന്നു പിന്നീട് വൈകിട്ട് 5 മണി വരെ നടന്നത്. പക്ഷെ അതിലും കാര്യമായ ഒരു ഫലം കണ്ടെത്താൻ സാധിച്ചില്ല എന്നതാണ്. കാരണം അത്രത്തോളം മാലിന്യം തിങ്ങി നിറഞ്ഞു നിൽക്കുകയായിരുന്നു. ഒരു പാറക്കെട്ടിനിടയിലൂടെ ഉറവ ഒലിച്ചു വരുന്നത് പോലെയാണ് ഈ മാലിന്യ കൂമ്പാരങ്ങൾക്കിടയിലൂടെ അവിടുന്നും ഇവിടുന്നും മലിനജലം ഒഴുകി വരുന്നത്. ആ ഗ്യാപ്പുകൾക്കിടയിലൂടെ വേണം ഇവർക്ക് ഈ രക്ഷാദൗത്യത്തിന് അകത്ത് കയറി ഇവ നിരീക്ഷിക്കാൻ, രക്ഷാപ്രവർത്തനം നടത്താൻ. അപ്പോൾ എന്തായാലും അതിനുശേഷം 6 മണിയാകുമ്പോൾ നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. വലിയ ശക്തിയിൽ തന്നെ നാലാമത്തെ പ്ലാറ്റ്ഫോമിലെ ഈ സ്ലാബ് ഇളക്കി ആമയഞ്ചാൻ തോട്ടിൽ നിന്നുള്ള വെള്ളം അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്ക് ഒഴുക്കി വിട്ടെങ്കിലും ഒന്നും തന്നെ ഫലപ്രാപ്തിയിലേക്ക് എത്തിയില്ല. തുടർന്നാണ് 5 ലക്ഷം ലിറ്റർ ജലം ജല അതോറിറ്റി തുറന്നുവിടാൻ, ആമയഞ്ചാൻ തോട്ടിലേക്ക് തുറന്നുവിടാൻ തീരുമാനിച്ചത്. പക്ഷെ അത് തുറന്നുവിടുന്ന ഘട്ടത്തിലും ഇപ്പോഴും ഈ ആമയഞ്ചാൻ തോട്ടിൽ ഈ റെയിൽവേ സ്റ്റേഷന്റെ അഞ്ചാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ഇപ്പുറത്തെ ഭാഗത്ത്, പവർ ഹൗസിന്റെ ഭാഗത്ത് വലിയ തോതിലുള്ള നീരൊഴുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പോൾ എത്രത്തോളം ഭീകരമാണ് ഈ ടണലിനുള്ളിൽ മാലിന്യത്തിന്റെ ശേഖരം എന്ന കാര്യം വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു. ഏതായാലും ഇന്ന് പകൽ മുഴുവൻ നീണ്ട ഒരു രക്ഷാദൗത്യത്തെ നമുക്ക് ആകെ വിലയിരുത്തിയാൽ രാവിലെ 6 മണി മുതൽ ഈ 8:30 മണി വരെ അവസാനിക്കുന്ന ഈ സമയത്ത് ഉള്ള ഒരു ആകെ ഉള്ള രക്ഷാദൗത്യം വിലയിരുത്തി കഴിഞ്ഞാൽ റെയിൽവേ സ്റ്റേഷന്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തും 5ാമത്തെ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തും ഇടയ്ക്ക് കാര്യമായ രക്ഷാപ്രവർത്തനം സാധ്യമായില്ല എന്നത് തന്നെയാണ്. കാരണം അവിടെ അവർക്ക് പരിമിതികളുണ്ട്. NDRF-നാണെങ്കിലും സ്കൂബ ടീമിനാണെങ്കിലും അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അകത്തേക്ക് കടന്ന് ഒരാൾ കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിൽ അവിടുന്ന് രക്ഷിക്കാൻ കാര്യമായ പരിമിതികളുണ്ട്. കാരണം ഈ മാലിന്യങ്ങൾക്കിടയിൽ ഉള്ള ഭാഗത്ത് മാത്രമാണ്, മലിനജലം കിടക്കുന്ന ഭാഗത്താണ് ഇവർക്ക് നീന്തിപ്പോയി പരിശോധന നടത്താൻ കഴിയുക. പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിലെ നീരൊഴുക്കിൽ ഈ ജോയി എവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, മറ്റെവിടെയെങ്കിലും കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ, ഈ പ്ലാറ്റ്ഫോമിന്റെ അടിഭാഗത്ത് മറ്റെവിടെയെങ്കിലും ആണെങ്കിൽ അത് അറിയാനുള്ള ഒരു മാർഗവും നിലവിൽ ഈ രക്ഷാദൗത്യത്തിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ രാത്രിയോടെ നേവി ടീം എത്തി അടുത്ത പ്രദേശങ്ങളിലേക്ക്, അതായത് നേവി വന്നു കഴിഞ്ഞാലും ഈ പ്ലാറ്റ്ഫോമിന് അടിയിലുള്ള തുരങ്കത്തിൽ എത്രത്തോളം അവർക്ക് രക്ഷാദൗത്യം നിർവഹിക്കാൻ സാധിക്കും എന്നത് സംശയകരമാണ്. അവർ ഒരുപക്ഷെ ഈ പ്ലാറ്റ്ഫോമിന് അടിയിലെ തുരങ്കവും കടന്ന് മറ്റുള്ള ഭാഗത്തേക്ക്, നഗരഭാഗത്തേക്ക്, പാർവതിപുത്തനാർ ഭാഗത്തേക്ക്, കായലിന്റെ ഭാഗത്തേക്ക് ജോയിയെ കണ്ടെത്താനുള്ള ഒരു തിരച്ചിലിലേക്കാകും പോകുക എന്ന് വേണം നാം ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. മനുഷ്യ സാധ്യമായ അല്ലെങ്കിൽ ഒരു റോബോട്ടിന്റെ സഹായത്തോടെ ചെയ്യാൻ കഴിയുന്നത് മുഴുവൻ ഇന്ന് പകൽ പല മണിക്കൂറുകളിലായി ഇവർ ഈ രക്ഷാ ടീം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ദുർഗതി എന്ന് പറയുന്നത് ഈ പ്ലാറ്റ്ഫോമിന്റെ അടിയിൽ മാലിന്യത്തിന്റെ വലിയ കൂമ്പാരം കിടക്കുന്നു. അതിനിടയിൽ കടന്നുള്ള രക്ഷാദൗത്യം സാധ്യമല്ല എന്നത് തന്നെയായിരുന്നു.